ജോമൻ്റെ സുവിശേഷങ്ങൾ പ്രധാനമായിട്ടും അതിൽ എന്നെ ആനന്ദിപ്പിച്ചത്, ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ പണ്ട് പോകുമ്പോൾ അവിടെ കളിച്ചു നടന്നിരുന്ന പയ്യനെ ഞാൻ നായകനാക്കിയിട്ട് സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് ദുൽഖർ സൽമാൻ. പക്ഷേ പടം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനായി മാറി. പക്ഷേ ആ സിനിമ വന്ന സമയത്ത് ജേക്കബിന്റെ സ്വർഗരാജ്യമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനൊരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. അത് ഞാൻ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം അതിനു മുമ്പ് ഉണ്ടാക്കിയ കഥയാണിത്. വിനീത് എന്ന് വെച്ചാൽ ഇതിനൊക്കെ വിഷയമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അച്ഛൻ്റെ പതനത്തിൽ മകൻ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫാദറും സണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ജോമൻ്റെ സുവിശേഷങ്ങൾ. ഈ തിരുപ്പതി ചെന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സീനുകളാണ്. ജോമനിലെ അച്ഛൻ വേറെ എവിടെയാണ്, ഇവൻ അത് ബിസിനസ് സാമ്രാജ്യം തിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു എന്താ ആളുകൾക്ക് ഈസി ആയിട്ട് കുറ്റം പറയില്ല. ഇപ്പോൾ മഴവിൽ കാവടി എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് പഴനി പശ്ചാത്തലമാക്കിയിട്ട് സ്നേഹസാഗരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഞാൻ. ആദ്യം വന്നിരുന്ന കമൻറ്റ്, ഇത് മഴവിൽ കാവടി തന്നെ എന്നാണ്. പഴനിയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു സാമ്യമില്ല.